നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ BJP ഇപ്പോൾ ഒരു തീരുമാനമെടുത്തു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ ഒരു ഗടാഗടിയൻ തീരുമാനം BJP എടുത്തത്. അതും മറ്റൊന്നുമല്ല, ഇനി ക്രിസ്ത്യൻ വോട്ടിൻ്റെ പുറകെ പോകേണ്ട. കാരണം ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ BJP നിരന്തരമായി അല്ലെങ്കിൽ നിരവധി ക്രൈസ്തവ നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കി നിർത്തിയത്. എന്നാൽ ക്രൈസ്തവ മേഖലയിൽ നിന്ന് കാര്യമായി ഒരു വോട്ടും BJPക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% ഉണ്ടായിരുന്ന വോട്ടിംഗ് വിഹിതം ഇത്തവണ 14% താഴ്ന്നത്. അതുകൊണ്ട് ഇനി ക്രിസ്ത്യാനികളെ വിശ്വസിച്ച് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയാൽ 8ന്റെ പണി കിട്ടുമെന്ന് BJP നേതൃത്വത്തിന് ബോധ്യമായി. തിരുവനന്തപുരം പോലുള്ള നഗരസഭ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് ഹൈന്ദവ വോട്ടുകൾ സമാഹരിച്ചത് കൊണ്ടാണ് എന്ന RSSന്റെ നിർദ്ദേശം, RSSന്റെ കണ്ടെത്തൽ വളരെ വിലപിടിപ്പുള്ളതാണെന്ന് തന്നെയാണ് ഇപ്പോൾ BJP നേതൃത്വം കരുതുന്നത്. മാത്രമല്ല, ഉത്തരേന്ത്യയിൽ ഛത്തീസ്ഗഡിലും മറ്റും ഉത്തർപ്രദേശിലും ഒക്കെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ സംഘപരിവാർ നടത്തിയ ആക്രമണങ്ങൾ കേരളത്തിലെ ക്രൈസ്തവരെ വീണ്ടും BJPയെയും RSSനെയും ഒക്കെ സംശയത്തോടു കൂടി വീക്ഷിക്കാൻ പര്യാപ്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ക്രൈസ്തവ വോട്ട് പോലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടില്ല എന്ന ഒരു അനുമാനത്തിലാണ് BJP എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കേക്കുമായി അരമനകൾ കയറിയിറങ്ങേണ്ട കാര്യമില്ല എന്ന RSSന്റെ നിർദ്ദേശം BJP നേതൃത്വം ശിരസാ വഹിച്ചു എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ തന്നെ നേരത്തെ BJP നേതാക്കന്മാർ കേക്കുമായി അരമനകൾ കയറിയിറങ്ങുന്നതിനെതിരെ RSSന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. എന്നാലും ഒരു പ്രായോഗിക രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ RSS നേതൃത്വം അല്പം സംയമനം പാലിക്കണമെന്നൊക്കെയാണ് BJP നേതാക്കൾ RSS നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചത്. അങ്ങനെ എങ്ങനെയെങ്കിലും വോട്ട് കിട്ടുന്ന കാര്യമല്ലേ, അത് നമ്മളായിട്ട് അത് ഇടങ്കോലിടണ്ട എന്ന് പറഞ്ഞ് RSS നേതൃത്വം അതിൽ നിന്ന് മാറി നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് ശതമാനം RSSന്റെ നേതൃത്വം എല്ലായിടത്തും വിശകലനം ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലകളിലെയും വെച്ച് വിശകലനം ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ക്രൈസ്തവ വോട്ടുകൾ കാര്യമായി നമ്മൾക്ക് കിട്ടിയില്ല, BJPക്ക് കിട്ടിയില്ല എന്ന് അവർ തന്നെ BJP നേതൃത്വത്തെ അറിയിച്ചത്. ഇനി എന്താണ് നിങ്ങളുടെ തീരുമാനം ഈ ക്രൈസ്തവ വോട്ടുകളുമായി ബന്ധപ്പെട്ട് എന്നുള്ള ചോദ്യം RSS നേതൃത്വം അവിടെ ഉയർത്തി. അപ്പോഴാണ് പറഞ്ഞത്, ഇനി ക്രിസ്ത്യാനികളുടെ വോട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, അത് കിട്ടില്ല, അത് വെറുതെ സമയം ചെലവാക്കലാണ്, നിങ്ങൾ അവരുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല, അത് UDFലേക്ക് തന്നെ പോവുകയുള്ളൂ. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഈ സമയത്ത് ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് പോകില്ല, അത് UDFലേക്ക് തന്നെ പോകുള്ളൂ എന്ന് RSS നേതൃത്വം വിധി എഴുതി കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി കേക്കും വൈനും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇനി അരമനകളൊന്നും കയറി ഇറങ്ങേണ്ട. അടുത്ത തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഹൈന്ദവ വോട്ടുകളെ ഏകീകരിക്കാനും ഹിന്ദു വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്യാനും ശ്രമിക്കുക എന്നാണ് RSS നേതൃത്വം BJPക്ക് കൊടുത്തിരിക്കുന്ന ആ നിർദ്ദേശം. RSS അതിൻ്റെ നിർദ്ദേശങ്ങൾ BJPക്ക് കൊടുക്കുന്നത് ഓർഗനൈസിങ് സെക്രട്ടറിമാരിലൂടെയാണ്. കാരണം RSS പ്രചാരകരാണ് BJPയുടെ ഓർഗനൈസിങ് സെക്രട്ടറിമാർ. അവരാണ് BJPയുടെ കാര്യങ്ങൾ ആത്യന്തികമായി തീരുമാനിക്കുന്നത്, അല്ലാണ്ട് സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ഒന്നുമല്ല. ആത്യന്തികമായി തീരുമാനിക്കുന്ന അവരായതുകൊണ്ട് RSS നേതൃത്വം ഈ ഓർഗനൈസേഷൻ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി ഇനി ക്രൈസ്തവരെ പ്രീണിപ്പിക്കുന്ന ഒരു നടപടി BJPയുടെ ഭാഗത്തുണ്ടാവില്ല. കാരണം അവരുടെ വോട്ട് കിട്ടില്ല. എങ്കിലും മുഖം രക്ഷിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി ഒരു ക്രൈസ്തവ ഔട്ട്റീച്ച് നിങ്ങൾ നടത്തിക്കോളൂ. പക്ഷേ ആ വോട്ടുകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വലിയ രീതിയിലുള്ള പ്രീണനത്തിൽ നിന്നും പോകേണ്ട. അങ്ങനെ പോയാൽ ഈ ഹൈന്ദവ വോട്ടുകൾ നഷ്ടപ്പെടും എന്നുള്ള നിർദ്ദേശം RSS നേതൃത്വം BJPക്ക് നൽകിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളി. ഇനി ഔട്ട്റീച്ച് ഒന്നും വേണ്ട, നമുക്ക് വോട്ട് ചെയ്യുന്നവർ വോട്ട് ചെയ്തോട്ടെ, അത്തരം ആളുകളോട് ബന്ധം സ്ഥാപിക്കാം. അല്ലാതെ ഇനി ക്രൈസ്തവരെ വോട്ട് സമാഹരിക്കാൻ ഒരു പ്രത്യേക യജ്ഞമൊന്നും ഇനി BJP നടത്തണ്ട എന്ന കർശന നിർദ്ദേശമാണ് അത്രേ RSSന്റെ നേതൃത്വം കേരളത്തിലെ BJPക്ക് നൽകിയിരിക്കുന്നത്.